രാവിലെ നല്ല മഴയൊക്കെ നനഞ്ഞ് ആസ്വദിച്ച് വാഴക്കുളം സെൻറ്റ് ജോർജ് വോളിബോൾ ക്ലബ്ബിലേക്കാണ് എൻ്റെ യാത്ര. അവിടെ കുട്ടികളുടെ അവധിക്കാല വോളിബോൾ പരിശീലനത്തിൻ്റെ അവസാന ദിവസം സമാപന സമ്മേളനമാണ്. വാഴക്കുളം വോളിബോൾ ക്ലബ്ബെന്ന് പറഞ്ഞാൽ 10-80 വർഷം 1942 സ്ഥാപിതമായ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ വോളിബോൾ ക്ലബ്ബാണ്. പഴയ ഫോട്ടോസൊക്കെ ചുവരിൽ തൂക്കിയിട്ടുണ്ട്. ഏറ്റവും കൗതുകകരമായിട്ട് അങ്ങ് പഴയ കാലത്ത് 1965-ലും 55-ലൊക്കെ അടിച്ചിട്ടുള്ള വോളിബോൾ മേളകളുടെ നോട്ടീസുകളൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കൗതുകകരമാണ്. അതുപോലെ ആ കാലഘട്ടങ്ങളിലുള്ള ട്രോഫികൾ, ഇതൊക്കെ ഭയങ്കര കൗതുകകരമായ കാഴ്ചകൾ തന്നെയാണ്. പ്രസിഡൻറ്റ് തോമസ് വർഗീസ് ഉണ്ണി എന്ന് ഞങ്ങൾ വിളിക്കും, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. സൈക്കിളിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്കുകൾ കുട്ടികളോട് സംസാരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സൈക്കിളെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആവേശം കൊള്ളുമല്ലോ. 2-ന് പകരം 4 400 വാക്ക് ഞാൻ പറയും. അവിടുത്തെ ട്രെയിനിങ് കോച്ച്, അതുപോലെ തന്നെ ഭാരവാഹികൾ, ഇവരോടൊക്കെ സന്തോഷപരമായിട്ടൊക്കെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതെല്ലാം ചങ്ങാതിമാരാണ്. അങ്ങനെ യോഗ നടപടികളിലേക്ക് കടന്നു. മുഖ്യ അതിഥികളായിട്ട് വാഴക്കുളം സർക്കിൾ ഇൻസ്പെക്ടർ രണചന്ദ്രൻ സാറുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ ഹസൈന സാറുണ്ട്. അങ്ങനെ അവരോടൊക്കെ ഒപ്പം ഞാൻ എൻ്റെ സൈക്ലിംഗ് ജേഴ്സിയിൽ തന്നെ വേദി പങ്കിട്ടു. പിന്നെ സൈക്കിളിനെക്കുറിച്ച് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ കുറച്ച് വീരസാഹസിക യാത്രകളൊക്കെ കുട്ടികളോട് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾ പ്രത്യേകിച്ചും ഒരു ഇരുചക്ര വാഹനം എന്ന നിലയിൽ നമ്മൾ റോഡാണ് നമ്മുടെ കളിസ്ഥലം. സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ട് വേണ്ടുന്ന സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഉപദേശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു. പിന്നെ അതുപോലെ റിയർ വ്യൂ മിറർ ഉപയോഗിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. തുടർന്ന് ഹസൈന സാറ്, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ കുട്ടികളുടെ ലഹരി ഉപയോഗം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോഴും വലിയൊരു വാർത്തകളായിട്ട് നമ്മളെപ്പോഴും ഭീഷണിയോടുകൂടി കാരണവന്മാർ വിചാരിക്കുന്നൊരു കാര്യം. അതിനെക്കുറിച്ച് കുട്ടികൾക്ക് വളരെ രസകരവും ലളിതവുമായിട്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ കുട്ടികളുമായിട്ട് പങ്കുവച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം രണചന്ദ്രൻ സാറ്, അദ്ദേഹം കുട്ടികൾക്ക് ഈ അവധി ദിവസങ്ങളിൽ, അവധിക്കാലങ്ങളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ അഭിനന്ദനങ്ങൾ നേർന്നു. തുടർന്ന് അതുപോലെ സമ്മാനദാനങ്ങളിലേക്ക് കടന്നു. സമ്മാനദാനം എന്ന് വെച്ചാൽ ഈ ക്യാമ്പിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. അത് എല്ലാ കുട്ടികൾക്കും കൊടുത്തു. അവരോട് കൂടി ഒന്ന് ഫോട്ടോസ് എടുത്തു. എന്താണെന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ അവധിക്കാലത്ത് വെറുതെ മൊബൈൽ നോക്കി അല്ലെങ്കിൽ കിടന്നുറങ്ങാതെ ഇതുപോലെ കായികമായ ഒരു അധ്വാനത്തിന് വന്നതിൽ വളരെ സന്തോഷം. എനിക്കും കുറച്ച് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ വളരെ സന്തോഷം. അങ്ങനെ എല്ലാവരും കുട്ടികളെ അഭിനന്ദിക്കണം. കാരണം അവധിക്കാലവും ഒക്കെ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കാതെ ഇങ്ങനെയൊരു കായിക പരിശീലനത്തോട് അനുബന്ധിച്ച് അതിലൊരു മാനസിക ഊർജ്ജം ഉൾക്കൊള്ളുകയും, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു താല്പര്യം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. അത് സംഘടിപ്പിച്ച സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടികളെ ഇങ്ങനെ വഴി നയിക്കുമ്പോഴാണ് പോസിറ്റീവായ എനർജി അവരിൽ നിറയും. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരോടൊക്കെ ചേർന്ന് അവസാനം ഒരു ഫോട്ടോയ്ക്കൊക്കെ നിന്ന് നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ പിരിഞ്ഞു. അങ്ങനെ ഇന്നത്തെ പ്രഭാത സൈക്കിൾ റൈഡ് വന്നിട്ട് ഇത്തരത്തിലുള്ള വളരെ രസകരമായ സന്തോഷകരമായ ഒരു ദിവസമായി അവസാനിച്ചു.